ഹലോ എവരിവൺ, ഒത്തിരി പേരാണ് ഇപ്പോൾ മെസ്സേജിലൂടെ ചോദിക്കുന്നത് CSIR UGC നെറ്റ് എക്സാമിന്റെ പേപ്പർ ലീക്കായി, അതായത് ജൂലൈ 26 നടന്ന പരീക്ഷയുടെ ക്വസ്റ്റ്യൻ പേപ്പർ ലീക്കായി എന്നുള്ള രീതിയിൽ വാർത്ത വരുന്നുണ്ടല്ലോ. വാട്സപ്പ് ഗ്രൂപ്പിലൊക്കെ ഒരുപാട് മെസ്സേജുകൾ വരുന്നുണ്ട്. അപ്പൊ അതിന്റെ സത്യാവസ്ഥ എന്താണെന്നുള്ളത് ഒത്തിരി പേരാണ് ഇപ്പൊ മെസ്സേജ് അയച്ച് ചോദിക്കുന്നത്. അതിന്റെ വിവരങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ വിശദമായിട്ട് മനസ്സിലാക്കുന്നത്. അപ്പൊ നമുക്കറിയാം, CSIR UGC നെറ്റ് എക്സാം സയൻസ് സബ്ജക്റ്റുകൾക്കായിട്ടാണ് നടത്തുന്നത്. ജൂൺ 18 നടന്ന UGC നെറ്റ് എക്സാമിന്റെ ഇഷ്യൂവിനെ തുടർന്ന് ജൂൺ 21 നടക്കേണ്ടിയിരുന്ന പരീക്ഷ ജൂലൈ 25 to 27 മാറ്റിവെക്കുകയായിരുന്നു. ആ ഒരു പരീക്ഷ എന്ന് പറയുന്നത് CBT മോഡിലാണ്, അതായത് കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് ആണ്. അപ്പൊ ഇങ്ങനെ നടന്ന പരീക്ഷയുടെ ചോദ്യ പേപ്പർ എങ്ങനെയാണ് ചോർന്നിരിക്കുന്നത്, ഏത് രീതിയിലാണ് CBT മോഡൽ നടക്കുന്ന പരീക്ഷയുടെ ചോദ്യങ്ങൾ പുറത്തുനിന്നൊരാൾക്ക് ആക്സസ് ചെയ്യാൻ കഴിഞ്ഞത്, ആ ഒരു വിവരങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ വിശദമായിട്ട് മനസ്സിലാക്കുന്നത്. ടൈംസ് നൗ അടക്കമുള്ള നാഷണൽ മാധ്യമങ്ങളെല്ലാം തന്നെ ഈ ഒരു കാര്യം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഹിന്ദി വാർത്താ മാധ്യമങ്ങളെല്ലാം തന്നെ ഈ ഒരു കാര്യം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. भारतीय यूनिवर्सिटी में था परीक्षा केंद्र, कंप्यूटर स्क्रीन शेयर करके हुई थी नकल। STF को एक्स्ट्रा एडमिन कंप्यूटर भी मिले हैं। ജൂലൈ 26 ടൈംസ് നൗ ന്യൂസിൽ വളരെ കൃത്യമായിട്ട് ഈ കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ അത് വായിച്ചു നോക്കാം. അതിന്റെ വിശദാംശങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. CBT മോഡിലാണ് CSIR UGC നെറ്റ് എക്സാം നടത്തിയിരുന്നത്. നമ്മുടെ പരീക്ഷ പോലെയല്ല, അതായത് UGC നെറ്റ് എക്സാം പോലെയല്ല, വളരെ ബുദ്ധിമുട്ടുള്ള ഒരു പരീക്ഷയാണ് CSIR UGC നെറ്റ് എക്സാം എന്ന് പറയുന്നത്. 0.25 നെഗറ്റീവ് മാർക്കിംഗ് ഉള്ള ഒരു പരീക്ഷയാണ്. 3 പാർട്ടുകളിലായിട്ടാണ് ഈ പരീക്ഷ നടക്കുന്നത്. പാർട്ട് A, പാർട്ട് B, പാർട്ട് C. പാർട്ട് A എന്ന് പറയുന്നത് ജനറൽ ആപ്റ്റിറ്റ്യൂഡ് ആണ്. പാർട്ട് B സബ്ജക്ട് റിലേറ്റഡ് ആണ്. പാർട്ട് 3 അവരുടെ നോളജ്, സയന്റിഫിക് കൺസെപ്റ്റുമായി ബന്ധപ്പെട്ട നോളജുകളൊക്കെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സെഷനാണ്. അപ്പോൾ ഇവിടെ എന്താണ് സംഭവിച്ചിരിക്കുന്നത്? ഉത്തർപ്രദേശിലെ സ്പെഷ്യൽ ടാസ്ക് ഫോഴ്സ് മീററ്റിലുള്ള സുഭാരതി യൂണിവേഴ്സിറ്റിയിൽ നടത്തിയ അപ്രതീക്ഷിതമായ ഒരു റെയ്ഡാണ് പേപ്പർ ലീക്കിന്റെ ഒരു റാക്കറ്റിനെ തന്നെ കണ്ടെത്താൻ സഹായിച്ചത്. പരീക്ഷ ഹാളിൽ പരീക്ഷ അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന 4 കാൻഡിഡേറ്റ്സിന്റെ ക്വസ്റ്റ്യൻ പുറത്തു നിന്നും സോൾവ് ചെയ്യുന്നു. അവരുടെ കമ്പ്യൂട്ടർ സ്ക്രീനിൽ ഉത്തരങ്ങൾ ഓട്ടോമാറ്റിക് ആയിട്ട് ടിക്ക് ചെയ്യപ്പെടുന്നു എന്നുള്ളതാണ്. ഇത് ഏത് രീതിയിൽ സംഭവിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഇതിന്റെ പ്രാധാന്യം വർദ്ധിപ്പിക്കുന്നത്. NDA നടത്തുന്ന CBT പോലെയുള്ള പരീക്ഷ ഈ ഒരു രീതിയിൽ പുറത്തുനിന്ന് ഒരാൾക്ക് ആക്സസ് ചെയ്യാൻ എന്തൊക്കെ കാര്യങ്ങളാണ് ഇവിടെ ചെയ്തു വെച്ചിരിക്കുന്നത് നമുക്ക് നോക്കാം. പരീക്ഷാ ലാബിന്റെ സെർവർ റൂമിൽ, എക്സാമിനേഷൻ ലാബ് സെർവർ റൂമിൽ അവിടുത്തെ ലാനുമായി, ലോക്കൽ ഏരിയ നെറ്റ്വർക്കുമായി കണക്ട് ചെയ്തിരിക്കുന്ന ഒരു അഡ്മിനിസ്ട്രേഷൻ കമ്പ്യൂട്ടർ കണ്ടെത്തുന്നു. അതിന് പുറമെ എനിഡെസ്ക് ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ള 2 ലാപ്ടോപ്പുകളും കണ്ടെത്തുന്നു. ഓക്കെ, ഈ എനിഡെസ്ക് എന്തിനാണ് ഉപയോഗിക്കുന്നത്? നമുക്ക് ദൂര സ്ഥലങ്ങളിൽ നിന്നും നമ്മുടെ കമ്പ്യൂട്ടർ സ്ക്രീൻ മറ്റൊരാൾക്ക് ആക്സസ് ചെയ്യാനുള്ള ഒരു സോഫ്റ്റ്വെയർ ആണ് എനിഡെസ്ക് എന്ന് പറയുന്നത്. അതായത് നമ്മുടെ കമ്പ്യൂട്ടർ സ്ക്രീൻ ദൂര സ്ഥലങ്ങളിൽ നിന്നും വേറൊരാൾക്ക് ആക്സസ് ചെയ്യാൻ സാധിക്കും. ആ ഒരു സോഫ്റ്റ്വെയറിൽ കുറച്ച് പെർമിഷൻ ഒക്കെ കൊടുക്കാനുണ്ട്. അങ്ങനെ 2 പേർക്കും അറിയാമെങ്കിൽ കൃത്യമായിട്ട് സ്ക്രീൻ ആക്സസ് ചെയ്യാൻ സാധിക്കുമെന്നുള്ളതാണ്. ഇതിന് പുറമെ പരീക്ഷ നടത്തുന്ന ഒരു ജീവനക്കാരന്റെ മൊബൈൽ ഫോണിൽ നിന്നും 4 കാൻഡിഡേറ്റ്സിന്റെ നെയിം, റോൾ നമ്പർ, അവരുടെ സിസ്റ്റം IP നമ്പറും കണ്ടെത്താൻ സഹായിച്ചു. ഇവിടെ സംഭവിച്ചിരിക്കുന്നത്, ഈ എനിഡെസ്ക് കണക്ട് ചെയ്തിരിക്കുന്ന ലാപ്ടോപ്പ് ത്രൂ ഈ ഒരു IP അഡ്രസ്സിലുള്ള 4 സ്ക്രീനുകൾ പുറത്തേക്ക് ഷെയർ ചെയ്യപ്പെടുകയും പുറത്തുനിന്നൊരാൾ ഇവരുടെ ചോദ്യങ്ങൾക്ക് ഉത്തരങ്ങൾ നൽകുകയാണ് ചെയ്തുകൊണ്ടിരുന്നത്. ഇവരുടെ ചോദ്യങ്ങൾ, ക്വസ്റ്റ്യൻ പേപ്പർ സോൾവ്ഡ് ബൈ എ സോൾവർ ഫ്രം ഔട്ട്സൈഡ് എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. ഇവർ പോലും അറിയാതെ കറക്റ്റ് ആൻസർ വന്നുകൊണ്ടിരിക്കുകയാണ്. ആ ഒരു രീതിയിലാണ് NDA CSIR UGC നെറ്റ് എക്സാമിന്റെ ചോദ്യങ്ങൾ ചോർന്നിരിക്കുന്നത്. മീററ്റിലുള്ള സുഭാരതി യൂണിവേഴ്സിറ്റിയിൽ ഉത്തർപ്രദേശ് സ്പെഷ്യൽ ടാസ്ക് ഫോഴ്സ് നടത്തിയ അപ്രതീക്ഷിതമായ റെയ്ഡിലൂടെയാണ് ഇത് കണ്ടെത്തിയിരിക്കുന്നത്. അങ്ങനെ ഒരാളെ അറസ്റ്റ് ചെയ്യുകയും 4 പേരെ കസ്റ്റഡിയിൽ എടുക്കുകയും ചെയ്തിട്ടുണ്ട്. ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, CBT മോഡലുള്ള പരീക്ഷയും ഈ ഒരു രീതിയിൽ ആക്സസ് ചെയ്യാൻ സാധിക്കുമെന്നുള്ളതാണ്. ഇവിടെ പേപ്പർ ലീക്ക് റാക്കറ്റ് എന്നുള്ളത് തന്നെയാണ് എല്ലാ മാധ്യമങ്ങളും പറഞ്ഞിരിക്കുന്നത്. ഇതിന് പിന്നിൽ വലിയൊരു റാക്കറ്റ് പ്രവർത്തിക്കുന്നുണ്ട്. അത്തരക്കാരെ കണ്ടെത്തുകയും പരീക്ഷയുടെ വിശ്വാസ്യത നിലനിർത്തുകയും ചെയ്യേണ്ടത് NDAയുടെയും നമ്മുടെ മിനിസ്ട്രി ഓഫ് എഡ്യൂക്കേഷന്റെയും ചുമതലയാണ്. ഇവിടെ നമുക്കറിയാം,
നമ്മുടെ പരീക്ഷ UGC നെറ്റ് എക്സാം പേപ്പർ ലീക്ക് ഉണ്ടായി എന്നുള്ള രീതിയിൽ മാറ്റിവെക്കുന്നു. അതിനുശേഷം പുതിയ എക്സാമിനേഷൻ ഡേറ്റ് വരുന്നു. അതിനുശേഷം CBI പറയുന്നു അങ്ങനെ ഒരു കാര്യം നടന്നിട്ടില്ല, UGC നെറ്റ് എക്സാമിൽ അങ്ങനെ ഒരു കാര്യം നടന്നിട്ടില്ല. അതായത് ജൂൺ 18 OMR മോഡിൽ പരീക്ഷ എഴുതിയവർ പറയുന്നു അങ്ങനെയാണെങ്കിൽ അവരുടെ റിസൾട്ട് പബ്ലിഷ് ചെയ്യണം. അത് ആ ഒരു പരീക്ഷ എഴുതിയവരും അവരുടെ രക്ഷിതാക്കന്മാരും അതുപോലെ തന്നെ പലരും സുപ്രീം കോടതിയിലേക്ക് ഹർജി ഫയൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു പരീക്ഷയുടെ കാര്യത്തിൽ കൃത്യമായിട്ടുള്ള ഒരു തീരുമാനം പോലും വന്നിട്ടില്ല. അതിനിടയിലാണ് CSIR UGC നെറ്റ് എക്സാം നടക്കുന്നത്. അത് ജൂലൈ 26 നടന്നത്. ആ നടന്ന പരീക്ഷയുടെ കാര്യങ്ങളാണ് നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്തത്. നിങ്ങൾ കൃത്യമായിട്ട് അത് വായിച്ച് മനസ്സിലാക്കുക. നമുക്ക് കോപ്പിറൈറ്റ് ഇഷ്യൂ ഉള്ളത് കൊണ്ട് പല കാര്യങ്ങളും നമുക്കിവിടെ ഡയറക്റ്റ് ആയിട്ട് പ്രദർശിപ്പിക്കാൻ സാധിക്കില്ല. വാർത്തകൾ കൃത്യമായിട്ട് വന്നിട്ടുണ്ട്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടതും ഈ അതോറിറ്റീസും അതുപോലെ തന്നെ ഈ പരീക്ഷാ ഹാളിലെ ഉദ്യോഗസ്ഥരൊക്കെ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഒരുപാട് നാളത്തെ പ്രയത്നമാണ് CSIR UGC നെറ്റ് എക്സാം എന്നൊക്കെ പറയുന്നത്. സാധാരണ രീതിയിൽ UGC നെറ്റ് എക്സാം പോലെ അത്ര അഫോർഡബിൾ ആയിരിക്കില്ല CSIR UGC നെറ്റ് എക്സാമിന്റെ കോഴ്സ് എന്നൊക്കെ പറയുന്നത്. അപ്പൊ അത്തരത്തിൽ വലിയ എമൗണ്ട് ഒക്കെ കൊടുത്തുകൊണ്ട് പഠിച്ച് പരീക്ഷാ ഹാളിലേക്ക് പോകുന്നത് ഈ ഒരു പരീക്ഷയെയും ഈ ഒരു സിസ്റ്റത്തെയും വിശ്വസിച്ചുകൊണ്ടാണ്. അപ്പോൾ ആ ഒരു വിശ്വാസ്യത നിലനിർത്തേണ്ടതും അത് ബോധ്യപ്പെടുത്തേണ്ടത് ഓരോ വിദ്യാർത്ഥികളെയും ബോധ്യപ്പെടുത്തേണ്ടതും NDA ആണ്, UGC ആണ്, നമ്മുടെ മിനിസ്ട്രി ഓഫ് എഡ്യൂക്കേഷൻ ആണ്. അപ്പൊ ഇതിന്റെ കാര്യത്തിൽ കൃത്യമായിട്ടുള്ള തീരുമാനം വരും ദിവസങ്ങളിൽ ഉണ്ടാവുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. കൂടുതലായിട്ടൊന്നും പറയുന്നില്ല. ഈ ഒരു കാര്യം ഒരുപാട് പേര് മെസ്സേജിലൂടെയൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പൊ ഇതാണ് ഇവിടെ നടന്നിരിക്കുന്നത്. CSIR UGC നെറ്റ് എക്സാം 25 to 27 വരെയാണ് ഡേറ്റ് വന്നിരുന്നത്. ആ ഒരു പരീക്ഷയുടെ കാര്യത്തിലും ഒരു തീരുമാനമായിട്ടുണ്ട്. ഇനി ഇതിന്റെ പേരിൽ വരുന്ന മറ്റു കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് അറിയില്ല. ഈ ഒരു പരീക്ഷ എഴുതാനായിട്ട് കഷ്ടപ്പെട്ട് പ്രിപ്പയർ ചെയ്തു എന്നതിനപ്പുറത്തേക്ക് പല കാര്യങ്ങളും മാറ്റിവെച്ചുകൊണ്ട് പരീക്ഷാ സെന്ററിലേക്ക് പോകുന്നതും കൃത്യമായിട്ട് പരീക്ഷ എഴുതിയവർക്ക് ആ ഒരു പ്രതീക്ഷയും അവരുടെ അക്കാഡമിക് പ്രോഗ്രാംസും അതുപോലെ തന്നെ PhD എടുക്കാനുള്ള ആഗ്രഹങ്ങളും ഒക്കെ ഇതിൽ വരുന്നുണ്ട്. ഇത് നമ്മളിങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ പറയേണ്ടി വരും. പക്ഷേ ഇതിന് കൃത്യമായിട്ടുള്ളൊരു പരിഹാരം ഉണ്ടാവേണ്ടത് വളരെ അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ്. ഈ ഒരു വീഡിയോ അല്ലെങ്കിൽ ഈ ഒരു കാര്യം നിങ്ങൾ ഒത്തിരി പേര് ചോദിക്കുന്ന സമയത്ത് നമുക്ക് എല്ലാവർക്കും ഇൻഡിവിജ്വലായിട്ട് മറുപടി തരാൻ സാധിക്കില്ല. അപ്പൊ അതുകൊണ്ട് കൂടിയിട്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത്. അറിയാം ഇതൊരു നെഗറ്റീവാണ്, എന്നിരുന്നാലും നമ്മൾ അറിയേണ്ടത് അത്യാവശ്യമാണ്. യാതൊരു കാരണവശാലും ഇത് നിങ്ങളുടെ പഠനത്തെ ബാധിക്കരുത്. ഈ കാര്യം നിങ്ങൾ അറിയേണ്ടതുണ്ട്. ഇങ്ങനെ ഒരു കാര്യം നമ്മുടെ പരീക്ഷാ സിസ്റ്റത്തിൽ നടന്നിട്ടുണ്ട് എന്നുള്ളത് പരീക്ഷയ്ക്ക് പ്രിപ്പയർ ചെയ്യുന്ന ഓരോരുത്തരും അറിയേണ്ട കാര്യം തന്നെയാണ്. അപ്പൊ നിങ്ങൾ ആ കാര്യം മനസ്സിലാക്കുക. വളരെ കൃത്യമായിട്ട് ഡിസംബർ എക്സാമിലേക്ക് പ്രിപ്പറേഷൻ കൊണ്ടുപോവുക. ഈ കാര്യങ്ങളൊക്കെ തന്നെ കൃത്യമായിട്ട് പരിഹരിക്കപ്പെടും എന്ന് നമുക്ക് വിശ്വസിക്കാം. കാരണം ഇതിനിടയിൽ ഒരു റാക്കറ്റ് പ്രവർത്തിച്ചിട്ടുണ്ട്. അത്തരക്കാരെ നിയമത്തിന്റെ മുമ്പിലേക്ക് കൊണ്ടുവരേണ്ടതുണ്ട്. ആ ഒരു കാര്യം വളരെ ഭംഗിയായിട്ട് തന്നെ മിനിസ്ട്രി ഓഫ് എഡ്യൂക്കേഷൻ കൈകാര്യം ചെയ്യും എന്ന് നമുക്ക് വിശ്വസിക്കാം. ആ വിശ്വാസത്തെ മുൻനിർത്തി നമുക്ക് പഠനം വളരെ കൃത്യമായിട്ട് മുന്നോട്ടേക്ക് കൊണ്ടുപോകേണ്ടതുണ്ട്. ഡിസംബർ എക്സാമിനേഷൻ കൃത്യമായിട്ട് തന്നെ നടക്കും. നമുക്ക് നേരത്തെ പ്രിപ്പറേഷൻ കൊണ്ടുപോകേണ്ടതുണ്ട്. അതുകൊണ്ട് പ്രിപ്പറേഷൻ കൃത്യമായിട്ട് മുന്നോട്ടേക്ക് കൊണ്ടുപോകുക എന്നുള്ളത് മാത്രമാണ് ഈ ഒരു അവസരത്തിൽ പറയാനുള്ളത്. അപ്പോൾ ഇതുപോലെ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുള്ള മറ്റൊരു വിഷയവുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. കീപ് സ്റ്റഡിയിങ്. സ്റ്റേ സേഫ്.